അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അത് പെറുവിലെ ആൻഡീസ് പർവ്വതനിരകളിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവരുടെ പെറുക്കാരുടെ ട്രഡീഷണൽ ഡ്രിങ്കാണ്. പിന്നെ ചീച്ച ഡി ജോറ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ബേസിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എന്തെങ്കിലും കോണുണ്ട്, അതിന് ജോറ കോൺ എന്നാണ് പറയുന്നത്. സാധാരണ കോണല്ല, ഒരു വ്യത്യാസമുള്ള ട്രഡീഷണൽ കോണാണ്. അപ്പോൾ അത് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഫെർമെൻറ്റഡ് ഡ്രിങ്കാണ്. അപ്പോൾ ഇത് ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ ഫെർമെൻറ്റ് ചെയ്യാം. ഇന്ന് മുളപ്പിച്ചിട്ട് അത് ക്രഷ് ചെയ്തിട്ട് അത് ഫെർമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത്, മാൾട്ടഡ് ഡ്രിങ്ക് പോലെ ഉണ്ടാക്കുന്നത്. അതാണ് ട്രഡീഷണൽ രീതി. ഇപ്പോഴൊക്കെ ആൾക്കാർ മുളപ്പിക്കുന്നതിനൊരു ഈ കോൺ വെച്ചിട്ട് തന്നെ ഫെർമെൻ്റ് ആക്കി ചെയ്യുന്നുണ്ട്, ഈസ്റ്റ് വെച്ചിട്ട്. അപ്പോൾ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് ഓരോ ഏരിയയിൽ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഫെർമെൻറ്റ് പല പ്രോവിൻസിൽ പല രീതിയിലാണ്. ചിലവർ പഞ്ചസാരയും ശർക്കരയും ഒക്കെ ചേർത്ത് ഫെർമെൻറ്റ് ചെയ്യും. ചിലർ വെറുതെ വെള്ളം മാത്രം വെച്ചിട്ട് ഈസ്റ്റ് വെച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇത് വിസ്കി ഓഫ് ദ ആൻഡീസ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അത് ഒഫീഷ്യൽ സെറമോണിയൽ ഡ്രിങ്കാണ്. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഒഫീഷ്യലായിട്ട് ആ സെറമണീസിനൊക്കെ ഉപയോഗിക്കുന്ന ഡ്രിങ്കാണ്. പിന്നെ പ്രീ ഹിസ്പാനിക്കാണ് എന്ന് പറഞ്ഞാൽ ഈ പെറു അറിയാമല്ലോ, ആ റീജിയനിലൊക്കെ ഈ സ്പാനിയാർഡ്സ് വന്നിട്ട് അവിടെ കൈയേറ്റം ചെയ്തല്ലോ, കോളനികൾക്കാരണം. അതിനു മുമ്പേ അവർ വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ സംസ്കാരത്തിൽ ഇങ്കകളുടെ അവരുടെ സംസ്കാരങ്ങൾ ഉപയോഗിച്ചിരുന്ന ട്രെൻഡാണ്, ഇപ്പോഴും ഉപയോഗിച്ചിരുന്നുണ്ട്. പിന്നെ പ്രാക്ടിക്കൽ ആസ്പെക്ട് പറയുകയാണെങ്കിൽ ദ വിസ്കി ഓഫ് ദ ഇങ്കാസ് എന്നാണ് അറിയപ്പെടുന്നത്. 3% ആൽക്കഹോള്. ചിലവർ ഇത് ഒരാഴ്ച ഫെർമെൻറ്റ് ചെയ്യും, ചിലവർ 2 ആഴ്ച ഫെർമെൻറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ പ്രാക്ടിക്കൽ യൂസ് എന്ന് പറഞ്ഞാൽ ഒരു എനർജൈസറാണ്. നല്ല ക്ഷീണിച്ചിരിക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല എനർജി ബിൽഡപ്പാണ്. പെട്ടെന്ന് ക്ഷീണം മാറുമെന്നാണ് പറയുന്നത്. ഏതായാലും നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കി കുടിച്ച് നോക്കാം. അതിപ്പോൾ നമ്മളിത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് അത് ഒരു ലിക്കറിൻ്റെ ഒക്കെ പോലെ ഉണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സുഹൃത്തുക്കളെ, അപ്പം നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇത് ബ്രാൻഡി പോലെ തന്നെ, പക്ഷേ അത്ര ഇൻറ്റൻസിറ്റി ഇല്ല, വീര്യം കുറഞ്ഞ ബ്രാൻഡി പോലെ ഉണ്ട്. പിന്നെ ഇവർ എന്താ ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതെ, മെയ്സ് ജോറ, സ്പാനിഷിലാണ് ഇത്. ജോറ കോൺ, വാട്ടർ, ഷുഗർ ആൻഡ് ഈസ്റ്റ് എന്ന് ഇതിൻ്റെ അത് എഴുതിയാണ്. ദ പ്രൊഡക്റ്റ് ഓഫ് പെറു, റെഫ്രിജറേറ്റ് ആഫ്റ്റർ ഓപ്പണിങ്. പിന്നെ കലോറി കണക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പിന് 250 ml 151 കലോറീസ് കിട്ടുമെന്ന് എഴുതിയേക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ചീച്ച ഡി ജോറ, പെറുവിൻ്റെ ട്രഡീഷണൽ ഡ്രിങ്ക്. ഇത് നമ്മുടെ നാട്ടിലും ചെയ്യാവുന്നതാണ്. അത് നല്ലൊരു ബിസിനസ് ഐഡിയ ആണത്. അപ്പോൾ ഓക്കെ.